അച്ഛാ അച്ഛാ അവര് വന്ന്. സാർ നിങ്ങളെ ഞാൻ ഇത്ര നേരം കാത്തിരിക്കായിരുന്നു, പിന്നെ കാണാത്തോണ്ടാണ് ഞാൻ വീട്ടിനകത്ത് കയറിയത്. അപ്പോഴാണ് മോൻ വിളിച്ച് പറഞ്ഞത് നിങ്ങൾ വന്നെന്ന്. ഇതാണല്ലേ വീട്? പിന്നെ ഉള്ളിലോട്ട് പെരേടം ഉണ്ട് സാർ, അതുകൂടെ കാണാം. ഓക്കെ ഓക്കെ വാ. താനിത് എത്ര സെന്റ് എന്ന് പറഞ്ഞ? 10 സെന്റ്. 10 സെന്റ്. തനിക്ക് ഞാനൊരു 70 ലക്ഷം രൂപ തരാം. ഡീൽ ഇപ്പൊ ഉറപ്പാണെങ്കിൽ നമുക്കിത് ഉറപ്പിക്കാം. താൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇതിപ്പോ ഉറപ്പിക്കാം. അയ്യോ അത് പറഞ്ഞാൽ പറ്റത്തില്ല സാർ, 80 ലക്ഷം രൂപയും തികച്ചും വേണം എനിക്ക്. അതാരടോ? അച്ഛാ എന്തിനായ അച്ഛാ? ഒന്നും ആയില്ല സാർ, ഇവിടെ ഒന്നും പറഞ്ഞില്ല. അച്ഛൻ പറയുന്ന കേക്ക് മോൻ, അപ്പുറത്തോട്ട് പോ. ശരി. സോറി സാർ, മോൻ വന്നതാണ്. പിന്നെ അവന് പോലും അറിയത്തില്ല സാർ, ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമില്ല. അവൻ ക്യാൻസർ പേഷ്യൻ്റ് ആണ് സാർ. ഡോക്ടർ പറഞ്ഞ ഒരു ഓപ്പറേഷൻ നടത്തിയാൽ അവൻ്റെ ഈ ഉള്ള അസുഖവും ക്യാൻസർ മാറുമെന്ന്. അപ്പോൾ 80 ലക്ഷം രൂപ വേണം. താനിതെന്താടോ നേരത്തെ പറയാതിരുന്ന? താൻ പറഞ്ഞാൾക്ക് 80 ലക്ഷം രൂപ ഞാൻ തരാം. അപ്പം ശരിയടാ, നാളെ രാവിലെ എൻ്റെ കമ്പനിയിലോട്ട് വന്നാൽ മതി. സാർ സാർ ഈ പെരേടവും ഈ വീട് എഴുതിയെടുത്തോ? അതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ഞാനിതൊരു കടമായിട്ട് തരുന്നെന്ന് കൂട്ടിയാൽ മതി. അയ്യോ എനിക്ക് പെട്ടെന്നൊന്നും തന്നു തീർക്കാൻ പറ്റത്തില്ല സാർ. താൻ തരുന്നെങ്കിൽ സാവകാശം തന്നു തീർക്ക്, ഇല്ലെങ്കിൽ എനിക്ക് തന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, കാണാം. ശരി വാടാ. ഇവിടെ പോയാലും എല്ലാ കാര്യത്തിനും ഞാൻ കൂടെ അയക്കാറുണ്ട്. പക്ഷെ ഇത് പറ്റത്തില്ല സാർ. എന്തിനാണ് 80 ലക്ഷം അയാൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ? 10-15 വർഷത്തിന് മുമ്പ് ഞാനും എൻ്റെ അച്ഛനും ഇതേ അവസ്ഥയിലായിരുന്നു. ഇനി ഒരു അച്ഛനും മോനും ആ അവസ്ഥ വന്നുകൂടാ. താൻ വാ, എനിക്ക് പെട്ടെന്ന് കമ്പനിയിലോട്ട് പോകണം. വാ.